ഹലോ ഗൈസ്, ഇന്നൊരു മുന്തിരിക്കൊത്തിൻ്റെ വീഡിയോ ആണ്. നമുക്ക് കാണാം. ഈ മുന്തിരിക്കൊത്തിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണേണ്ടതാണ്. അപ്പം നമുക്ക് മുന്തിരിക്കൊത്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണാം. ഞാനിന്ന് ആൻറ്റിയുടെ വീട്ടിൽ പോയായിരുന്നു. ആൻറ്റിയുടെ വീടെത്തിയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് ഇറങ്ങാം. ഇതുവഴി താഴോട്ട് ഇറങ്ങിപ്പോകണം. പുറത്ത് ആരെയും കാണാനില്ല. നമുക്ക് അകത്തോട്ട് കയറി നോക്കിയാലോ. ആൻറ്റി കിച്ചണിലാണെന്ന് തോന്നണം. എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് പോയി നോക്കാം. ആൻറ്റി എന്തോന്ന് ചെയ്യണ? ആൻറ്റിക്ക് ഇന്ന് ഒരു മുന്തിരിക്കൊത്തിൻ്റെ ഓർഡർ ഉണ്ട്. അങ്ങനെ അത് റെഡിയാക്കാൻ പോവുകയാണ്. മുന്തിരിക്കൊത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആൻറ്റി നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. 3 വലിയ തേങ്ങയാണ് ഈ ഉരുളിയിലിട്ട് ചൂടാക്കുന്നത്. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ചൂടാക്കി എടുക്കണം. ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനുശേഷം ഈ പയറും ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ചൂടാക്കി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതും പയറും ബ്രൗൺ കളറായിട്ടുണ്ട്. ഫൈനലായിട്ട് തേങ്ങയും പയറും നല്ല ചൂടായി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് ജസ്റ്റ് ചൂടാറാനായിട്ട് വെച്ചേക്കുകയാണ്. ഇതെന്തോന്ന് ഇടിക്കണമല്ലേ? ഇത് ഇത്രയും പൊടിയണോ? ഇങ്ങനെ കുറേശ്ശെ പൊടിച്ചിടുമല്ലേ? 1.5 കിലോ പയറിന് 3 തേങ്ങ. 1.5 കിലോ പയറിന് 3 തേങ്ങ. ഇതിൻ്റെ കൂടെ ചുക്കും കൂടെ പൊടിക്കുമല്ലേ? ചുക്ക് കുറേശ്ശെ എടുത്ത് പൊടിച്ച് ഇതിലിടുമല്ലേ? പൊടിച്ചേണ്ട ഈ പരുവം എന്ന് വെച്ചാൽ പൊടിഞ്ഞ് മാവ് കണക്കും ആയി പോകരുത്, പൊടിയാതെ ഇരിക്കരുത്. അങ്ങനെ ഇത് ഫുള്ള് നമ്മൾ പൊടിച്ച് ഇതിലിടുമല്ലേ? ഇത് ഫുള്ളും പൊടിച്ച് ഈ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് ചുക്കും ഏലക്കാപ്പൊടിയും. ഇപ്പം ഫുള്ളായിട്ട് തീർന്നല്ലേ? ഫുള്ള് തീർന്നു. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഏലക്കാപ്പൊടി ഇടണം. ഏലക്കാപ്പൊടി ഇരിക്കുന്നുണ്ട്. ഏലക്ക ചതച്ചതല്ലേ? അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ തേങ്ങ, പയർ, ചുക്ക്, ഏലക്ക ഇത്രയിട്ട് മിക്സ് ചെയ്യും. ഇനി ഇത് കുഴയ്ക്കാൻ നേരം നമ്മൾ 2 സ്പൂൺ നെയ്യ് ഒഴിക്കണം. ഒരു പൊടിക്ക് വേണ്ടി ഉപ്പ്. വറുക്കാത്ത അരിമാവല്ലേ? വറുക്കാത്ത അരിപ്പൊടിയാണ്. ഇത് എത്ര വേണം? ഇത് 1.5 കിലോയ്ക്ക് 1/2 കിലോ അരിപ്പൊടി വേണം. 1.5 കിലോയ്ക്ക് 1/2 കിലോ അരിപ്പൊടി അല്ലേ? പച്ച അരിപ്പൊടി, വറുക്കരുത്. ഉപ്പ്, ഉപ്പ്. കളർ ഒന്നുകിൽ മഞ്ഞപ്പൊടി ചേർത്താലും മതി, അല്ലെങ്കിൽ ഫുഡ് കളറല്ലേ? ഫുഡ് കളർ. മഞ്ഞപ്പൊടിയോ ഫുഡ് കളർ ഇതിലാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വെച്ച് ചേർത്ത്. എന്നിട്ട് കുറേശ്ശെ വെള്ളം എന്ന് വെച്ചാൽ വറുക്കാത്ത അരിപ്പൊടി ആയതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കണം. ഇത് കലക്കിയിട്ടുള്ളതാണല്ലേ? ഇത് ഈ പരുവത്തിന് വേണം മാവാവാനായിട്ട്. മാവ് കലക്കി നമ്മൾ മാറ്റി വയ്ക്കണം. ഇതങ്ങനെ റെസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇത് മാവ് നമ്മൾ കലക്കി വെച്ച് 1.5 കിലോ മാവിന് 3/4 കിലോ ശർക്കര. ശർക്കരയുടെ മധുരം അനുസരിച്ച് ചിലപ്പോൾ 600 ഗ്രാം മതിയാവും. ഇതെങ്ങനെ പൊടിക്കണമല്ലേ? പൊടിച്ചിട്ട് നമ്മൾ ഉരുക്കണം. അതായത് ഇത് പൊടിച്ച് ഉരുക്കണമെന്ന് വെച്ചാൽ മാവ് തീരെ വെള്ളം പോലെ ആവരുത്. കട്ടി കൂടിയും കൂടാ കുറഞ്ഞും കൂടാ. ഈ ഇത് പഞ്ചസാരയൊക്കെ 1 നൂൽ പരുവത്തിന് കാച്ചിയെടുക്കൂലേ, ആ ലെവലിന് ഇത് ഉരുക്കിയെടുക്കണം.
വെള്ളം വളരെ കുറച്ചേ വെക്കാവുള്ളൂ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇഞ്ചി വളരെ കുറച്ച് വെള്ളം വെച്ച് ഉരുക്കിയെടുക്കണം. ഇതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ ശർക്കര ഇങ്ങനെ തിളച്ച് ചൂടോടുകൂടി തിളച്ചുകൊണ്ടിരിക്കാൻ തന്നെ ഇതിൽ അരിച്ചൊഴിച്ച് കൊടുക്കണം. ഈ കട്ടിക്ക് ആവാവുള്ളൂ. കുറച്ചുകൂടെ വേണമായിരുന്നല്ലേ? ഇനിയും ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും. അത് മാവിൻ്റെ പരുവ് നോക്കിയിട്ട് ഒറ്റയടിക്കടുത്ത് ഒഴിക്കാൻ പരുവ് അറിയാൻ പറ്റില്ല. ഇനിയും കുറച്ചുകൂടി വേണ്ടി വന്നല്ലേ? ഈ പയർ നമ്മൾ വറുത്ത് വെച്ചേക്കുന്നുണ്ട്, അത് അത്രയും വെള്ളം പിടിക്കും. പണിയേ ശർക്കര പണി പിടിക്കും. കറക്റ്റ് 3/4 കിലോ ശർക്കരയും ആയി. ഒന്നര കിലോ പയറിന് കറക്റ്റ് 3/4 കിലോ ശർക്കരയാണ്. അത്രയും പയർ അത്രയും നമ്മൾ മൂപ്പിച്ച് വറുക്കണത് കൊണ്ടേ അത്രയും വെള്ളം ഇതിന് ചേരും, ശർക്കര പണി ചേരും. ഇനി ഇത് നമ്മൾ 5 മിനിറ്റ് ഇടവിട്ട് ഇത് ഇളകി കൊടുക്കണം. ഇത് കട്ടിയാവാതെ ഇരിക്കാനേ. ആക്കിയതിന് ശേഷം കുറേശ്ശെ നമ്മൾ ഒരു ചെറിയ ചൂടോടുകൂടി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണം. വെള്ളത്തിൽ മുട്ടിട്ട് അതിലിങ്ങനെ ഒട്ടി വരുമ്പോഴേ ചെറിയ ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കണം. നമുക്ക് ഇത് വെച്ച് എത്ര മാക്സിമം ഉണ്ടാക്കാൻ പറ്റും? ഇതിനകത്ത് 100-110 എണ്ണം വരെ ഉണ്ടാക്കാം. ഓയിൽ ചൂടായി വരുന്നുണ്ട്. ഇത് നമ്മൾ ഓരോന്നായിട്ട് മാവിൽ മുക്കി ഈ മുന്തിരിക്കൊത്ത് ഇതിനകത്തിടണം. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നല്ല ചെറിയ ചൂട് മതി ആവുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് എടുക്കേണ്ടതാണ്. ഈ മുന്തിരിക്കൊത്ത് ആവശ്യമുള്ളവർ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടേണ്ടതാണ്. ഓർഡർ അനുസരിച്ച് ആൻറ്റി ഉണ്ടാക്കി തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ മുന്തിരിക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്നും പുറത്തോട്ട് കോരിയെടുക്കുകയാണ്. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും ചെയ്യുക. ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.